ഹലോ ഗൈസ്, നമ്മളൊരു കുഞ്ഞു യാത്ര പോയ വീഡിയോയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ കൊരട്ടിപ്പള്ളിയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ പാപ്പൂസിനൊരു നേർച്ചയുണ്ടായിരുന്നു. പാപ്പൂസ് ജനിച്ച സമയത്ത് അമ്മ നേർന്നിരുന്നൊരു നേർച്ചയാണ്. ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു വന്നത്. അങ്ങനെ ഇലക്ഷൻ്റെ അവധി ദിവസമായ 11-ാം തീയതി ഞങ്ങൾ 4 ആളും കൂടിയിട്ട് രാവിലെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. ഏകദേശം 10-11 മണിയോടുകൂടി അവിടെ എത്തി. വെയിൽ ഉറച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ പള്ളിയിൽ കയറി നേർച്ചയൊക്കെ കഴിച്ചിറങ്ങിയേ. കാരണം ഞങ്ങൾ 2 വീലറിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അധിക സമയം വെയിലത്ത് ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ നേർച്ച കഴിച്ചു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം കയറിയിട്ട് ഇറങ്ങാൻ പറ്റി. പാപ്പൂസാണെങ്കിൽ ഓടി ഓടി കളിക്കുകയായിരുന്നു കേട്ടോ. വെളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ചെരുപ്പിട്ട് കൊടുത്തിട്ടും അവൻ വീണ്ടും പള്ളിയിലേക്ക് തന്നെ ഓടിപ്പോകുമായിരുന്നേ. പിന്നെ അവനെ പിടിച്ച് വലിച്ചാട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പുറത്ത് റോസറി വില്ലേജിൽ പോയി. അവിടെയും വെയിലായതുകൊണ്ട് അധിക സമയം നിന്നില്ല, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ അപ്പോൾ സംഭവിച്ചില്ലെങ്കിലും പിന്നീടാണെങ്കിലും അതിൻ്റേതായ സമയങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട്. ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും തന്നെയും എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ കൊരട്ടിപ്പള്ളി പോയി കൊരട്ടിമുത്തി അമ്മയോട് അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെയും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. എനിക്ക് അവിടെ ചെന്നപ്പോൾ അത് ദൈവത്തോട് പ്രത്യേകമായിട്ടൊരു നന്ദി പറയണമെന്ന് തോന്നി. ഇപ്പോൾ നിങ്ങളോടും അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണേ. പിന്നെ ഞാൻ ഈ പള്ളിയിൽ ഒത്തിരി തവണ പോയിട്ടുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട് തവണ. കാരണം ഞാൻ പഠിച്ച സ്കൂളുണ്ട്, ഞാൻ വേദപാഠം പഠിച്ച പള്ളിയാണ്, ഒരുപാട് കാലം ഞങ്ങൾ താമസിച്ച സ്ഥലമാണ്, എനിക്കൊരുപാട് ഫ്രണ്ട്സുള്ള സ്ഥലമാണ്. അങ്ങനെ ഒത്തിരി ബന്ധം എനിക്ക് ആ സ്ഥലവുമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം നാട്ടിലേക്കൊക്കെ പോകില്ലേ, അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ പോണ വഴിക്ക്. അപ്പോൾ ഈ പോകുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഏട്ടനെ കഴിച്ചുകൊണ്ട് ഓരോരോ കാഴ്ചകളൊക്കെ കാണിക്കുമായിരുന്നു. ഏട്ടാ ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ നിന്ന ഹോസ്റ്റൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടാട്ടോ പോയത്. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം അറിയാമല്ലോ, നമ്മുടെ കയ്യിൽ 2 കുഞ്ഞു മക്കളില്ല. അപ്പോൾ അവരെ പിടിച്ചിട്ട് വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാട്ടോ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തത്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ചേട്ടായുടെ വീട്ടിലേക്ക് പോയി. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ചേട്ടയൊക്കെ താമസിക്കുന്നത്. അവിടെ അച്ചായി ഉണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു, ചേട്ടായി, ചേച്ചി, പിള്ളേർ, ചേച്ചിയുടെ അമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നേ. നല്ല സന്തോഷമായിരുന്നു. അവിടെ ചെന്ന ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് കേട്ടോ. ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. പാപ്പൂസാണെങ്കിൽ പിള്ളേരുടെ കൂടെ നല്ല കളിയായിരുന്നേ. അവരവിടെ ക്രിബൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിൽ എല്ലാം എടുത്ത് കളയുകയും ഒക്കെ വലിച്ച് അലമ്പാക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവരൊന്നും പറഞ്ഞില്ല. പിന്നെ നല്ല കളിയായിരുന്നു. ഡിയോൺ കൂട്ടനും റോസും ഒക്കെ ആയിട്ട് പാപ്പൂസ് നല്ല കൂട്ടായിരുന്നേ. പാപ്പൂസിന് ഇങ്ങനെ കളിക്കാൻ ഒരുപാട് പിള്ളേരുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഇലക്ഷൻ്റെ അവധി ദിവസം ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം അവിടെ നിന്നു. വൈകുന്നേരം ആട്ടോ ഞങ്ങൾ വന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് മക്കളെയൊക്കെ കിടത്തി ഉറക്കി അവരെണീറ്റ് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:30 കൂടിയാണ് ഞങ്ങൾ വീടെത്തിയത്. അങ്ങനെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.